നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പൊതുപ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത വ്യക്തിത്വം. കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നിരവധി സംഭാവനകൾ നൽകിയ പൊതുപ്രവർത്തകൻ, UDF ചെയർമാൻ, കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻ കോളേജ് സ്ഥാപകൻ, കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി നിരവധി നിലകളിൽ മികവ് പുലർത്തിയ വ്യക്തിത്വം. കട്ടപ്പന നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യായ ശ്രീ ജോയ് വെട്ടിക്കുഴി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. ഇപ്പോൾ ഒരു പുതിയ ചുമതലയിലേക്ക് ഇന്നു മുതൽ കടക്കുകയാണ്. കട്ടപ്പന നഗരസഭയുടെ ചെയർമാൻ. എന്തിനായിരിക്കും സാർ മുൻഗണന നൽകുക? നമുക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയത്തക്ക നിലയിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണം. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇവിടെ തന്നെ ഉപജീവനം കണ്ടെത്താൻ ഉള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്ത് നടപ്പാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയായിരിക്കും മുനിസിപ്പാലിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരു കട്ടപ്പന എന്ന് പറയുന്നത് ഹൈ റേഞ്ചിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു വികസനമാണ് ഈ ഹൈ റേഞ്ച് മേഖലയുടെ ഒരു വികസനത്തിന് എപ്പോഴും മാതൃകയായി അല്ലെങ്കിൽ പ്രചോദനമായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു നിലയിൽ ഉള്ള ഒരു സാഹചര്യം നമുക്ക് കട്ടപ്പന ഉണ്ടായാൽ അത് മറ്റ് സ്ഥലങ്ങൾക്കും അത് ഗുണകരമാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസത്തിൻ്റെ വളർച്ച നമുക്ക് വളരെ സാധ്യതകൾ നമുക്ക് നിൽപ്പുണ്ട്. ആ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം. ഇപ്പോൾ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി കല്യാണത്തണ്ട് ഹിൽ ഗാർഡൻ ടൂറിസം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് ആ രൂപം കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ അന്തിമ അനുമതിക്കായി അത് വെയിറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം നമുക്ക് കുറിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു അഞ്ചുരുളി ആ പ്രോജക്റ്റിനെ കല്യാണത്തിൻ്റെ പ്രോജക്റ്റിനെ നമ്മൾ അഞ്ചുരുളി ആയിട്ട് ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന് തേക്കടിയിലോ അല്ലെങ്കിൽ മൂന്നാറിലോ ഒക്കെ വരുന്ന ആളുകളെ കട്ടപ്പനയിലേക്ക് കൂടി ആകർഷിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ആ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മൂലധന നിക്ഷേപം നമ്മുടെ നാട്ടിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മൂലധന നിക്ഷേപം ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും, നമ്മുടെ നാട്ടിൽ പണം വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ നാടിനെ ഒരു പുരോഗതിയിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങളെ ഒരു മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്കും നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ ഇന്നിപ്പോൾ ഈ നമ്മുടെ പാവപ്പെട്ട വീടുകളിലെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എവിടെയാണ് ജോലി എന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ്, അല്ലെങ്കിൽ കോഴിക്കോടാണ്. അപ്പോൾ അവരൊന്നും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒന്നും അല്ല. അവരെ ഇലക്ട്രീഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവർ കാർപ്പൻറ്റേഴ്സാണ്, അല്ലെങ്കിൽ അവർ പെയിൻറ്റർമാരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കി കൊടുത്തുകൂടാ? അപ്പം അതുകൊണ്ട് അവർക്കെല്ലാം ഒരു ജോലി കിട്ടത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. സാർ, ഇപ്പം ഈ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. നമുക്ക് പാർക്കിങ്ങിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. ടൗണിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ എപ്പോഴും വ്യാപാരികൾ പറയുന്നത് കട്ടപ്പനയിൽ ആളുകൾ നിൽക്കാതെ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം അത്തരത്തിൽ അതിനൊക്കെ ഒരു പരിഹാരം കാണുവാനായിട്ട് അത്തരത്തിൽ നമുക്കറിയാം, ഇപ്പം ടൗണിലെ ഇപ്പോൾ ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പത്തിലുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പാറക്കടവിൽ നിന്നും നമ്മൾ പോരുന്ന ബൈപ്പാസ്, ആ ബൈപ്പാസ് പള്ളിക്കവര വരെയുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ ടൗണിൻ്റെ ഭാഗമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം പുതിയ കെട്ടിടങ്ങൾ വെക്കുമ്പോൾ ആവശ്യത്തിന് ഫ്രണ്ടേജ് ഇട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഇട്ട് കെട്ടിടങ്ങൾ അങ്ങ് വെച്ചപ്പോഴേക്കും ബിസിനസ് അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ടൗണിനു ചുറ്റുമുള്ള ഈ റോഡുകൾ എല്ലാം നമുക്കൊന്ന് വികസിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അടിമാലി തേക്കടി റോഡിൻ്റെ ഒരു ബൈപ്പാസ് വരുന്ന സമയത്ത് അത് വെള്ളയാങ്കുടിയിൽ നിന്ന് ഇറങ്ങി ഒന്നെങ്കിൽ അത് സുവർണഗിരി വഴിയോ അല്ലെങ്കിൽ നമുക്ക് ITI ജംഗ്ഷൻ വഴിയോ ഏത് വഴി വന്നു പോയാലും ആ ഒരു വഴിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥാപനങ്ങൾ ആ ഒരു ഇതിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ കട്ടപ്പനയിൽ സാധ്യമായ കാര്യമെന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ പാർട്ടി സിസ്റ്റം മാത്രമേ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് നമുക്ക് സാധ്യമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ ഒരു സാധ്യത നമുക്ക് പഠിക്കാം. സാറേ, ഈ നഗരത്തിന്റെ ഒരു വികസനമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പഴയ നമ്മുടെ പഞ്ചായത്ത് കെട്ടിടമൊക്കെ ഒന്ന് പൊളിച്ച് അങ്ങനെ എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നേരത്തെ? നമുക്ക് അങ്ങനെ ഒരു ടൗണിൽ ഇപ്പം നമ്മുടെ ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വലിയ ആവശ്യമാണ് ചെറിയ ചെറിയ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു പൊതുവേദി അവർക്ക് കിട്ടണമെന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അപ്പം നമുക്ക് ആ ഒരു പഴയ ആ പഞ്ചായത്ത് കെട്ടിടം ഒന്ന് പൊളിച്ചിട്ട് അത് നമുക്ക് ഇപ്പം അവിടെ മിനി സ്റ്റേഡിയവുമായിട്ട് നമ്മളങ്ങ് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജ് അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് നമുക്ക് അവിടെ ഉണ്ടാക്കാം. ആ ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കിയാൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ജംഗ്ഷനിലേക്കും അതിൻ്റെ ഫേസ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു മിനി സ്റ്റേഡിയത്തിന് അങ്ങോട്ടും ഇതിൻ്റെ ഫേസ് കിട്ടും. അപ്പം ഒരു വലിയ പരിപാടി ടൗൺ നിറഞ്ഞു നടക്കുന്ന പരിപാടിയാണെങ്കിൽ അങ്ങോട്ട് താഴോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറ്റും. അതല്ലേ അത് പിന്നെ നമ്മുടെ ആ ഒരു മിനി സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കുറച്ച് സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു പെർമനന്റ് സീറ്റിംഗ് സംവിധാനം. അപ്പം നമ്മുടെ ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ പരിപാടികൾ അതൊക്കെ ഈ സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവർക്ക് യാതൊരു പൈസയും മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ മറ്റൊന്നാളെ അവർക്ക് കൊണ്ടുവന്ന് അത് അവതരിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത് ആളുകൾക്ക് ഇരുന്ന് അതൊക്കെ കാണുന്നതിനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാകും. ഇനി ഏതെങ്കിലും കാരണവശാൽ മഴയുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് നേരെ മിനി സ്റ്റേഡിയത്തിലേക്ക് അത് മാറ്റിയാൽ മതി. അവിടുത്തെ സ്റ്റേജും കാര്യം അവിടെ നിൽക്കും. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ സമ്മേളനം നടത്താനുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ ഉണ്ടാകും. അപ്പം അങ്ങനെ അത് നമ്മൾ കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഇടുക്കിക്കോല ബൈപ്പാസിൽ നമ്മുടെ തണലിടം അപ്പം അത് ഇതുപോലുള്ളൊരു പരിപാടിയാണ്. ഒരു 10-50 ലക്ഷം രൂപ മുടക്ക് വരുന്നതാണ്. എന്നാലും അവിടെ ഈ ആളുകൾക്കൊക്കെ ഒന്ന് വന്നിരിക്കുക. തിരുവനന്തപുരത്തെ മാനവീയം വീതി പോലെ അതെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മുനിസിപ്പൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ ജിമ്മ്, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ ജിമ്മ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ ഈ കട്ടപ്പന മാറി വരുമ്പോൾ ഉണ്ടാകേണ്ട ചില സൗകര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ പഴയ പഞ്ചായത്ത് ഓഫീസ് അത് പൊളിച്ചു മാറ്റി ഇത്തരത്തിലുള്ള ഒരു സൗകര്യം നമ്മളവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ സാംസ്കാരിക രംഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ MC കട്ടപ്പന, KC ജോർജ് ഉള്ള ആളുകളുടെയൊക്കെ അനുസ്മരണങ്ങളും പരിപാടികളും ഒക്കെ പലപ്പോഴും നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നാടകാവതരണം നടത്താൻ വേണ്ടിയിട്ട് അതിലൊരു റിഹേഴ്സലിന് വേണ്ടിയുള്ള സൗകര്യം പോലും നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. ഇപ്പം ഈ ടൗൺ ഹാളിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരു സാറിനോട് ചോദിച്ചിട്ട് ഈ ഇപ്പം ടൗൺ ഹാളിൻ്റെ ഒരു വാടക ഒരു പക്ഷേ പണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ കല്യാണങ്ങൾക്കൊക്കെ ചെറിയ തുകയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സാധാരണക്കാർക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഈ സാംസ്കാരിക പ്രവർത്തകർക്ക് റിഹേഴ്സലിനും ഒക്കെ വേണ്ടിയിട്ടൊന്നും അത് നമുക്ക് ഇപ്പോൾ ഒരു വാടകയുടെ കാര്യത്തിലൊരു ചെറിയ അപാകതകൾ അതിനകത്ത് നിൽപ്പുണ്ട്. നമ്മളത് പരിഹരിക്കും. എന്നാൽ നമുക്ക് ഈ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള ഒരു വരുമാനം നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യണം. എന്നാൽ ഇത് സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കുമൊക്കെ ഒരു പ്രാപ്യമായ നിലയിലേക്ക് അത് വരികയും ചെയ്യും. കാരണം എല്ലാവർക്കും ഇപ്പോൾ 50,000 രൂപയും 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയൊക്കെ ഒന്ന് മുടക്കി ഈ ഹാളുകളും ഒക്കെ എടുത്ത് പരിപാടികൾ നടത്താനായിട്ട് എല്ലാവർക്കും പറ്റുകയില്ല. ഒരു 10-25,000 രൂപ 10-25,000 രൂപ ഉണ്ടെങ്കിൽ കാര്യം നടത്താൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് കൊടുക്കത്തക്ക നിലയിൽ നമുക്കത് ക്രമീകരിക്കുന്ന ഒരു പുനർക്രമീകരണം അതിനകത്ത് ഉണ്ടാവും. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ഒന്നാമത് ഇത് പൊതുവാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ നമ്മൾ അവിടെ ഈ അവിടുത്തെ സ്വീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജ് അതില്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി വരുമ്പോൾ ഇതിനകത്ത് കുട്ടികളായി കിടക്കാൻ പാടില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ഒരു പൈസയും അയാൾക്കും കൊടുത്താൽ അയാളത് കൃത്യമായിട്ട് അത് ചെയ്തു ഓരോ പരിപാടി കഴിയുമ്പോൾ അത് ചെയ്തു. അപ്പം അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു നീറ്റ്നെസ് നമുക്ക് നിലനിർത്താനായിട്ട് കഴിയണം. അതിപ്പോൾ നമ്മുടെ ഒരു ടോയ്ലറ്റൊക്കെ ആണെങ്കിലും അതെല്ലാം നീറ്റായിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ വന്നെടുക്കുമ്പോൾ പറയും, ഓ കണ്ടോ അത് മുഴുവനും മോശമായിട്ടുള്ളത്. അത് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്നാലും ഇത് സാധാരണക്കാർക്കൂടെ പ്രാപ്യമായ നിലയിലാക്കണം. തീർച്ചയായിട്ടും അതാക്കും. സാർ, ഇപ്പം ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സാറ് വളരെയധികം മുൻഗണന നൽകിയിട്ടുണ്ട്. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് കട്ടപ്പന ഫെസ്റ്റ് ആദ്യമായിട്ട് കട്ടപ്പനയിലേക്ക് കൊണ്ടുവരിക.
അപ്പോൾ തീർച്ചയായിട്ടും ഈ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ ഒരു തുക പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പം നാടകോത്സവങ്ങളും സംഗീതോത്സവങ്ങളും അങ്ങനെയുള്ള വലിയ പരിപാടികൾ നടത്തുന്നുണ്ട്. നമുക്ക് അത് വലിയ നഗരങ്ങളിലേക്ക് നടക്കുന്നു. നമുക്ക് ഈ കട്ടപ്പനയിലും ഒക്കെ അത് നടത്താനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ബജറ്റിലൊക്കെ അത്തരത്തിലൊരു തുകയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവുന്നത് ഒന്ന് ഈ രംഗത്ത് നിൽക്കുന്നവർക്കൊരു പ്രചോദനമാകും. തന്നെയുമല്ല പുതിയതായിട്ടുള്ള ഈ രംഗത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും. അതിനകത്ത് നമുക്കത് ചെയ്യാൻ പറ്റും സാർ. അതുപോലെ തന്നെ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗതാഗത സൗകര്യങ്ങൾ തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ച് കട്ടപ്പന നഗരസഭ ഓഫീസിനോട് ചേർന്ന് നമ്മുടെ ആ അമർ ജവാൻ റോഡ് തകർന്നു കിടക്കാൻ കുറേട്ട് നാൾ കുറച്ച് ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഒരു പ്രാധാന്യം നൽകി പണിയേണ്ട ഒരു റോഡ് അത് തന്നെയാണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ റോഡുകൾ, ഈ ലിങ്ക് റോഡുകൾ, ഇപ്പം ചെറിയ റോഡുകൾ കുറച്ചൊക്കെ തകർന്നൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് അതിനൊരു പ്രാധാന്യം തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കൊടുക്കും. എന്തായാലും ഈ അമർ ജവാൻ റോഡിൻ്റെ ഒരു ചോദ്യാവസ്ഥ ഈ മാർച്ച് 31 മുമ്പ് നമ്മളത് പരിഹരിക്കും. അവിടെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, പക്ഷേ ഷോപ്പിംഗ് കോംപ്ലക്സിനേക്കാൾ കൂടുതലായിട്ട് ആ റോഡ് നമുക്ക് ഒന്ന് നിലനിർത്തുക എന്നുള്ളതിന്. കാരണം അതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചെറിയ അപകട ഭീഷണി അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഈ മാർച്ച് 31 ആ റോഡിൻ്റെ അപകടകരമായ ഒരവസ്ഥയ്ക്ക് നമ്മൾ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പിന്നെ പുറകെ വരും. എന്നാൽ ഈ കാര്യത്തിൽ നമ്മൾ മാറ്റം ഉണ്ടാകും. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുറച്ച് റോഡുകൾ, അപ്പം ഈ റോഡ് പോലെ തന്നെയാണ് നമ്മുടെ TV-യുടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു റോഡ് കിടപ്പുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് കിടപ്പുണ്ട്. ഈ റോഡുകളെല്ലാം അതിനെ നമ്മൾ ഒരു പദ്ധതി വെച്ച് മാർച്ച് 31 മുമ്പ് ഈ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡുകളെല്ലാം നമ്മൾ ഗതാഗത യോഗ്യമാകും. അതിനൊരു മുഖ്യ പ്രാധാന്യം തന്നെ അതിന് കൊടുക്കും. അതുപോലെ തന്നെ സാർ, നമ്മളിപ്പം മുമ്പ് നമ്മൾ പറഞ്ഞു ഈ കട്ടപ്പന ഒരു ടൂറിസം ഹബ്ബായി മാറിയിട്ടുണ്ട്. എല്ലായിടത്തിലും ഇപ്പം വാഗമണിലേക്കാണെങ്കിലും മൂന്നാറിലേക്കും എല്ലായിടത്തേക്കും പോകുന്ന ആളുകൾ താമസിക്കുന്ന ഒരു ടൂറിസം ഹബ്ബായി മാറി. സാർ മുമ്പ് സൂചിപ്പിച്ചു. സാർ ആദ്യം തന്നെ ഈ കല്യാണത്തണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് കല്യാണത്തണ്ടിൽ അല്പം ഇരിപ്പിടങ്ങളും ഒരു ടോയ്ലറ്റ് സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് സഹായകരമായി മാറും. ഇപ്പോഴും ഒരുപാട് ആളുകൾ അവിടേക്ക് വരുന്നുണ്ട് നമ്മുടെ ഈ കല്യാണത്തണ്ട് കാണാൻ വേണ്ടി, മലനിരകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അത്തരത്തിലൊരു പ്ലാൻ നമ്മളിപ്പം ആ ഒരു സ്ഥലത്ത് മുനിസിപ്പാലിറ്റി ഒരു 6 കോടി രൂപ മുടക്കിയുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള DPR ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ അവിടെ ഒരു വാച്ച് ടവർ, ആ വാച്ച് ടവർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങ് മൂന്നാർ വരെയുള്ള ഒരു ഭാഗങ്ങൾ നമുക്ക് അവിടെ നമ്മുടെ നമ്മുടെ പൊന്മുടി ഡാം അതുപോലുള്ള എല്ലാം കാണാൻ പറ്റും. അതങ്ങ് കുട്ടിക്കാനം വരെ നമുക്ക് ഇവിടെ നിന്നങ്ങ് കാണാൻ പറ്റും. നല്ലൊരു ഒരു 360 ഡിഗ്രിയിലും നമുക്ക് കാഴ്ച കാണാൻ കഴിയത്തക്ക നിലയിലുള്ള ആ ഒരു വാച്ച് ടവർ നമുക്കവിടെ. പിന്നെ അവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നമുക്ക് ആ ഒരു ഇപ്പോൾ ഉള്ള ആ മലയുടെ ആ ഒരു ഷേപ്പിനൊന്നും യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല. പറഞ്ഞ പോലെ മണ്ണടക്കിയുള്ള ഒരു പരിപാടിയിലും അവിടെ നടത്താൻ പാടില്ല. അങ്ങനെ നടത്തിയാൽ അതിൻ്റെ ആ ഒരു സ്വാഭാവികത നമുക്ക് നഷ്ടപ്പെടും. അതങ്ങനെ തന്നെ നിർത്തുക. എന്നിട്ട് നമുക്ക് സ്റ്റീലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി അവിടെ ഉണ്ടാവണം, ഒരു കഫറ്റേരിയ അവിടെ ഉണ്ടാവണം, ആളുകൾക്കൊന്ന് വന്നിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. ഈ നമ്മൾ ഈ തണലിടത്തിലെ പോലെ തന്നെ അവിടെ നമുക്ക് കുറച്ച് ചെടികളെല്ലാം നമുക്ക് വെക്കണം. പിന്നെ കുറച്ച് മരങ്ങളൂടെ വെച്ച് നമുക്ക് പിടിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ ആ ഒരു നിലയിൽ അത് ആകർഷകമാക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ആളുകൾക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒന്നാവും. ഒരു പക്ഷേ കാൽവരി മൗണ്ടിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കല്യാണത്തിലേക്ക് വന്നെന്ന് വരാം. അതുപോലെ തന്നെ സാർ, ഈ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒന്ന് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്. താലൂക്ക് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് സാറിൻ്റെ കാഴ്ചപ്പാടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള. നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഈ അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കാണാനായിട്ടിടയായി. വാസ്തവത്തിൽ നമ്മുടെ കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രി ഒരു ജനറൽ ആശുപത്രിയാക്കി നമുക്ക് കൊണ്ടൊന്ന് വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് കഴിയണം. പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ അത് സാധ്യമാകുന്ന കാര്യമല്ല. നമുക്ക് നാട്ടിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളുടെ ഒക്കെ ഒരു പിന്തുണയായി കിട്ടണം. അങ്ങനെ വന്നാൽ നമുക്കിപ്പോൾ 2 ഏക്കർ സ്ഥലം നമ്മളിപ്പം ആശുപത്രിക്ക് വേണ്ടി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കുറച്ച് സ്ഥലം കൂടെ നമുക്ക് വേണം. അതുകൂടി എടുത്തു കഴിഞ്ഞിട്ട്
നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടാകണം. നമ്മളെ ഭൗതിക സൗകര്യങ്ങൾ സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ച് പെട്ടെന്നല്ലെങ്കിൽ പോലും നമ്മുടെ ആശുപത്രിയെ ഒരു ജനറൽ ആശുപത്രിയാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. ഇപ്പോൾ ഒരെണ്ണം മെഡിക്കൽ കോളേജ് നമുക്ക് പൈനാവിലുണ്ട്, അല്ലെങ്കിൽ ചെറുതോണിയിലുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എറണാകുളത്തും മെഡിക്കൽ കോളേജുകൾ എത്രയാണോ ഉള്ളത്, അതിനിടയിലെല്ലാം ജനറൽ ആശുപത്രി അവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ ആകെപ്പാടെ സൗകര്യമുള്ളത് മെഡിക്കൽ കോളേജ് മാത്രമല്ലേ ഉള്ളൂ. ആ തത്തുല്യമായ സൗകര്യത്തിലേക്ക് നമുക്ക് ഈ ജനറൽ ആശുപത്രിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഹൈ റേഞ്ചിലെ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനയിൽ സൗകര്യം ഉണ്ടാവുന്നതാണ് അവർക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ജനറൽ ആശുപത്രിയാക്കി വളർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ആ ഒരു നടപടികളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം. പിന്നെയുള്ളത് നമുക്ക് ESI ആശുപത്രി വരുന്നത്, നമുക്ക് 100 ബെഡുകളുള്ള ESI ആശുപത്രിയാണ് വരുന്നത്. അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കൂടെ നമ്മുടെ ESI സംരക്ഷണമുള്ള ഈ ജില്ലയിലെ മുഴുവൻ ആളുകളും ഈ കൂട്ട ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കട്ടപ്പനയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരു ഒരു വലിയ പ്രോജക്റ്റാണ്. നമുക്ക് നമ്മുടെ സ്ഥലം കൊടുത്ത ആ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. കാരണം അത് വന്നു കഴിയുമ്പോൾ 100 ബെഡുകളുള്ള ആശുപത്രി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെയുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, അവിടെയുള്ള ബാക്കി ജീവനക്കാർ. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പന നേരെ വാഴവരയിലേക്ക് അങ്ങ് വളരുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിന് സൗകര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം പിന്നെ വാഴവരയിലെ നമ്മുടെ അർബൻ PHC, നമ്മൾ വാഴവരയിൽ അർബൻ PHC വെക്കുമ്പോൾ അത് നഗരസഭ മാത്രമല്ല, നമ്മുടെ ഇരട്ടയാറ്, കാമാക്ഷി ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കെല്ലാം സൗജന്യമായി ചികിത്സ കിട്ടുന്നതിനൊരു സൗകര്യം എല്ലാം കിട്ടുകയാണ്. അപ്പം അതൊരു വലിയ കാര്യം. അതാ ഞാൻ പറഞ്ഞ ഈ കട്ടപ്പന വികസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ സമീപത്തുള്ള മുഴുവൻ പഞ്ചായത്തുകൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആരോഗ്യരംഗത്തുള്ള ഇത് ജനറൽ ആശുപത്രി ആകണം. അതോടൊപ്പം തന്നെ നമുക്ക് ESI ആശുപത്രി നമുക്കുണ്ടാവണം. വാഴവരയിലെ അർബൻ PHC നമുക്ക് വിപുലീകരിക്കണം. ഇത് മൂന്നൂടെ വന്നു കഴിയുമ്പോൾ ഈ രംഗത്ത് ഒരു വലിയ മാറ്റമാണ്. മറ്റൊന്ന്, ഈ ടൗൺ ഇപ്പോൾ തിരക്കേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ടോയ്ലറ്റ് സംവിധാനമേ, അതായത് പ്രത്യേകിച്ച് ഇപ്പം മാർക്കറ്റിലുണ്ട് എന്നിരുന്നാൽ പോലും ഈ ടൗണിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ വനിതകൾക്കൊക്കെ അതിൻ്റെ ഒരു സൗകര്യം കിട്ടാത്ത രീതിയിലുള്ള ഒരു സംസാരം വരുന്നുണ്ട്. ഈ ടൗണിൽ ഒരു സെൻട്രൽ ജംഗ്ഷൻ, ആ മേഖലയിൽ ഒരു താൽക്കാലിക നമുക്ക് സെൻട്രൽ ജംഗ്ഷനിൽ ഒരു സ്ഥലം നമുക്ക് അതിനകത്തില്ല എന്നുള്ള നിലയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്ന പഴയ ബസ് സ്റ്റാൻഡാണ്. ആ പഴയ ബസ് സ്റ്റാൻഡിൽ നമുക്ക് അതിനുള്ള ഒരു മെച്ചപ്പെട്ട ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ടോയ്ലറ്റ് ബ്ലോക്ക് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾക്ക് വന്ന് റെസ്റ്റ് ചെയ്തൊക്കെ നിലയിൽ ഒക്കെയുള്ള ഒരു സൗകര്യത്തോടു കൂടി ചെറിയൊരു കഫറ്റേരിയയും എല്ലാം കൂടെ കൂടി വരുന്ന ഒരു നിലയിലേക്ക് നമുക്ക് ഒരു സൗകര്യം നമുക്ക്. ഇപ്പൊ ഈ മിനി സ്റ്റേഡിയം നമ്മളിപ്പോൾ പരിപാടികൾ സംഘടിപ്പിക്കും, ഇപ്പം പൊതുപരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ പരിപാടിക്ക് വരുന്ന ആളുകൾക്കാണെങ്കിലും ഇതിന്റെ ഒരു സൗകര്യം പലവരും എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് കോംപ്ലക്സിനെയാണ് ആശ്രയിക്കുന്നത്. അല്ല, ഈ പഴയ ബസ് സ്റ്റാൻഡിൽ ഈ സൗകര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വരുന്ന ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടും. അവിടെ അപ്പം അതുകൊണ്ട് പഴയ ബസ് സ്റ്റാൻഡിലുള്ളവർക്കും ഈ പരിപാടി നടക്കുമ്പോഴും അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ എവിടെയാണ് സൗകര്യം ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സൗകര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി മറ്റൊന്ന്, ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം. ഇപ്പം തെരഞ്ഞെടുപ്പിലൊരു 3ാം തവണയും വീണ്ടും നമ്മൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു, UDF അധികാരത്തിലേക്ക് എത്തുന്നു. UDFന്റെ മിന്നും വിജയത്തിൽ ഒരുപക്ഷെ ACC അംഗത്തിന്റെ ഒരു പരാജയം, അത് എത്രത്തോളം? അതിപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ പല നേതാക്കന്മാരും ചില ആകസ്മികമായ സാഹചര്യങ്ങളിൽ തോറ്റുപോകാറുണ്ട്. അതിപ്പം ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംഭവം എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ കാണാനുണ്ടല്ലോ. അത് വേറെ ഒരു പ്രത്യേകതയൊന്നും കിട്ടുന്നില്ല. മറ്റൊന്ന് സാർ, ഈ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ആളുകളൊക്കെ പ്രതീക്ഷ പറയുന്നു ജോയ് സാർ ഇത് നമ്മുടെ ഇവിടുത്തെ സീറ്റ്, ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും സാർ മത്സര രംഗത്തേക്ക് വരികയും ഒക്കെ ചെയ്യുമെന്നുള്ള രീതിയിൽ ആളുകൾക്കിടയിൽ ഒരു സംസാരം, എത്രത്തോളം അതൊക്കെ അങ്ങനെയൊക്കെ താല്പര്യമുള്ള കുറേ ആളുകളൊക്കെ നമുക്ക് കട്ടപ്പനയിലും ഇടുക്കിയിലും ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അതിനൊക്കെ അതിൻ്റെ ഒരു KPCCയും ഒക്കെ അതുപോലെ തന്നെ UDF നേതൃത്വവും ഒക്കെ ബന്ധപ്പെട്ട് അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി വരേണ്ടതാണ്. കാരണം ഈ ഇടുക്കി സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അവിടെ അവരുടെ കേരള കോൺഗ്രസിൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു സീറ്റിൽ നമുക്ക് മത്സരിക്കണമെന്ന് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും കൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ
സാധിക്കാത്ത ഒരവസ്ഥയാണ്. നിലവിൽ ഇപ്പം UDF അല്ല കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നിലവിലില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കും. ഈ ജില്ലയിൽ കോൺഗ്രസ് തിരിച്ചു വരും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പം അതിനകത്ത് ഇപ്പം അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജില്ലയിലെ 5 സീറ്റിലും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു UDF ഗവൺമെന്റ് സംസ്ഥാനത്തുണ്ടാകുവാൻ ഇടുക്കി ജില്ലയിൽ നിന്നും 5 MLA-മാരെ സംഭാവന ചെയ്യാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എനിക്കൊന്ന് സാറ് ഇന്ന് നഗരസഭാ ചെയർമാനായി സ്ഥാനമെടുത്തതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ ഇടുക്കി ലൈവിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. തീർച്ചയായിട്ടും നമ്മുടെ കട്ടപ്പന നിവാസികൾ ഏറെ പ്രതീക്ഷയോട് കൂടിയാണ്. കാരണം ജോയ് സാറ് ഇതിനു മുമ്പും ചെയർമാനായിട്ടിരുന്നപ്പോൾ കട്ടപ്പനയുടെ വികസനത്തിനായി നിരവധി സംഭാവനകൾ നൽകിയ ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയിലാണ്. സാറിന് നല്ല രീതിയിൽ തന്നെ ഈ ചെയർമാൻഷിപ്പ് നന്നായി കൊണ്ടുപോകാൻ കഴിയട്ടെ. കട്ടപ്പനയുടെ വികസനത്തിന് താങ്കളുടെ ഒരു സാന്നിധ്യം ഒരു വലിയ അനിവാര്യമായ ഘടകമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താണ് സാർ പറയുന്നത്? നമുക്ക് കട്ടപ്പനയിൽ ഒരിക്കൽ കൂടി ചെയർമാൻ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യമായി തന്നെ കരുതുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ ഒരു പിന്തുണയും സഹകരണവുമാണ് ചെയർമാൻ സ്ഥാനത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലൊക്കെ ജനം നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിലും അത് ഉണ്ടാകും എന്ന് തന്നെ കരുതുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നവൻ നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രവർത്തനങ്ങൾ, ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഒരു കൗൺസിലറായിട്ട് ജയിച്ചു വരാനായിട്ടുള്ള അവസരം ലഭിച്ചു. അങ്ങനെ അത് ആ ഒരു നിലയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വവും UDF നേതൃത്വവും കൂടി എന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് എന്നെ നിയോഗിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു, പാർട്ടി എന്നിൽ വലിയൊരു വിശ്വാസം എന്നിൽ അർപ്പിച്ചു. അതൊക്കെ കൊണ്ടാണ് ഈ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കും ആ പാർട്ടിയുടെ ആ ഒരു പ്രതീക്ഷയ്ക്കും ഒത്ത് ഉയരുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നമ്മൾ മുമ്പോട്ട് പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കട്ടപ്പനയുടെ പുരോഗതി. കട്ടപ്പന എന്ന് പറയുന്നത് ഹൈറേഞ്ചിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായി മാറണം. അതോടൊപ്പം തന്നെ നമ്മളുടെ പാവപ്പെട്ട ആളുകളുടെ എന്ന് പറഞ്ഞാൽ കോളനികളിലുമൊക്കെ താമസിക്കുന്ന ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി മറ്റുള്ളവരുടെ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് ആരോഗ്യ രംഗത്തിന് നമ്മൾ കൂടുതൽ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം വരുമ്പോഴേക്കും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പണം കൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള ഒരുപാട് സന്നദ്ധ സംഘങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ കട്ടപ്പനയിലെ നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനം ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായിരുന്നു. അത് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കൊണ്ടൊന്നും അല്ല അത് നടന്നത്. നമ്മുടെ കട്ടപ്പനയിലെ നല്ലവരായ ആളുകൾ എന്തോരം പണം അതിനു വേണ്ടി തന്നു, എന്തോരം ആളുകൾ അതിനുവേണ്ടി സന്നദ്ധ പ്രവർത്തനങ്ങളുമായി കടന്നു വന്നു. അപ്പോൾ അങ്ങനെ ഒരു ആളുകൾ ഒരു സന്മനസ്സോടുകൂടി പ്രവർത്തന രംഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഉദ്ദേശിക്കാത്ത നിലയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കട്ടപ്പനയിലെ മാധ്യമ സുഹൃത്തുക്കൾ. അവരെ എല്ലാ കാലവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്ന് വേണമെങ്കിൽ പോലും ഇപ്പോൾ കൂടെ നമ്മുടെ ഞാനിപ്പം മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ആദ്യമായിട്ട് എന്നെ ഇടുക്കി ലൈവിൽ നിന്നുമാണ് എന്നെ വിളിച്ചത്. ഇവിടെ വരെ വരണം, ഇവിടെ ഒരു ഞങ്ങളുമായിട്ട് ആ ആശയങ്ങളൊന്ന് പങ്കുവയ്ക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ കാര്യത്തോടുള്ള ഒരു വലിയ താല്പര്യമാണ്. തന്നെയല്ല, ഈ ഒരു വിമർശന ബുദ്ധി എന്നുള്ളതിനേക്കാൾ ഉപരിയായി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നല്ല പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് കട്ടപ്പനയിലുള്ളത്. അതാണ് നമുക്ക് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത്. മറ്റ് സ്ഥലങ്ങളിൽ അത് നമ്മുടെ ഒരു പൊതുജീവിതത്തിൻ്റെ സ്ഥിതിയും ഇവിടെയാണ്. കാരണം നമുക്കിവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും
അവിടെ അടിയോ പിടിയോ ശല്യോ അങ്ങനെ ഒന്നുമില്ല. കാരണം വളരെ സഹിഷ്ണുതയോടുകൂടി പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഈ സഹിഷ്ണുതയും സമാധാനവും എല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് കഴിയണം. അതിന് എല്ലാ ജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ തിരക്കിട്ട സമയത്തിനിടയിലും ഇടുക്കി ലൈവുമായി അല്പസമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിനുള്ള നന്ദി അറിയിക്കുകയാണ് സാർ. ഓക്കെ. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.